എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഒരേ പരാതിയാണ്. ഞാൻ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവർക്കിത് എപ്പോഴും ന്യൂഡിൽസും പിസ്സയും അങ്ങനെയൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും നാട്ടിലെ ഫുഡുകളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. 4 മണിക്ക് സ്നാക്സ് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും പിസ്സയും ചിക്കൻ നഗറ്റ്സും ഒക്കെയാണ് കൊടുക്കുന്നതെന്ന് പരാതി. അപ്പം അത് മാറ്റിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയേക്കാം. അപ്പോൾ പുള്ളി വരുമ്പോൾ പുള്ളിക്കൊരു സർപ്രൈസും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി ഞാനൊരു വട്ടയപ്പം എന്ന് ഞങ്ങളൊക്കെ പറയും. ഈ ശർക്കര കൊണ്ടുള്ള വട്ടയപ്പം, ഈ പൊങ്ങാനൊന്നും വെക്കാണ്ട് ഈസ്റ്റൊന്നും ഇടാണ്ട്, കള്ളപ്പമല്ല, വൈറ്റല്ല, ഇങ്ങനെ ശർക്കര ഇട്ടുള്ളത്. അത് പക്ഷേ അതിൻ്റെ അരിപ്പൊടി കിട്ടാത്തതുകൊണ്ട് ഞാൻ റാഗിപ്പൊടി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റാഗിപ്പൊടി പാക്കറ്റിലുണ്ടായത് ഒന്നുകൂടി ഞാൻ വറുത്ത് പിന്നെ എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും ശർക്കര നീരും, ശർക്കര പാനി ഉരുക്കിയത്, അതും ഏലക്കായൊക്കെ ഇട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതെങ്കിലും കൂടി അടിക്കുകയും കൂടി ചെയ്തു കേട്ടോ മിക്സിയിലൊന്ന് ആ കട്ടയൊക്കെ പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരപ്പച്ചെമ്പെടുത്ത് അതിലെണ്ണയൊക്കെ തടവി അതിലേക്ക് ഒഴിക്കുക. വട്ടത്തിലുണ്ടാക്കാമായിരുന്നു, പക്ഷെ ഞാൻ ഈ കിണ്ണത്തപ്പം പോലെ ഇങ്ങനെ ഉണ്ടാക്കി. ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയാൽ പൊങ്ങയൊന്നും ഇല്ലാത്ത സാധനമാണല്ലോ, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ അരിപ്പൊടിയിലൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റായി എനിക്ക് അമ്മയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഉണ്ടായി വന്നപ്പം ഇത് ഞാൻ വിചാരിച്ചു ഈ അപ്പച്ചെമ്പിൻ്റെ ഇടിയപ്പത്തട്ടിൻ്റെ ഇതിൽ പിടിച്ചിരിക്കും, എടുക്കാനൊക്കെ പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഓക്കെ ആയിരുന്നു കേട്ടോ. വളരെ ഈസി ആയിട്ട് അത് അടർന്ന് പോന്നു. എൻ്റെ ജില്ലൂസാണിത് ഷൂട്ട് ചെയ്ത് തരുന്നത്. അപ്പം കുറച്ച് ലെങ്തി ആയപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണേ. അത് ഭയങ്കരമായിട്ടും ഈസി ആയിട്ട് എനിക്കത് അടർത്തിയെടുക്കാൻ പറ്റി. പിന്നെ പിള്ളേർ ജില്ലൂസ് ഒരു 3-4 തന്നെ അപ്പം തന്നെ കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ്. ഡ്രൈ പോലെ നമുക്ക് കാണുമ്പോൾ തോന്നും ഇങ്ങനെ ഒരു എണ്ണമയം ഇല്ലാത്ത പോലെ, പക്ഷെ ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. അത് ഞാനത് പൊടിച്ച് ഇങ്ങനെ മുറിച്ച് കാണിക്കാൻ മറന്നുപോയി. പക്ഷെ അത് ഭയങ്കര സോഫ്റ്റാണ്. ആ പോരുന്ന കണ്ടോ, ഫുള്ളായിട്ട് പോരുവാണേ. അപ്പോൾ വളരെ ഒരു ഹെൽത്തി സ്നാക്കാണ് ഇത്. വേറെ പൊടിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് പിന്നെയും കാണാം.